ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. ബാക്കിയുള്ളവർ പിന്നെ ജോയിൻ ചെയ്തോട്ടെ. നിങ്ങൾ സീരീസിന്റെ മാറ്റിയതായുള്ള നോട്ടീസ് കണ്ടായിരുന്നോ? ഹലോ, സീരീസിന്റെ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? ആ, കിട്ടി. ഓക്കെ. So today we'll move on to another topic, another new topic and module. കാരണം പുതിയ മോഡ്യൂളിലേക്ക് പോയേ പറ്റൂ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചു വന്ന് വെരിലോഗ് മുഴുവൻ നോക്കാനുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് തീരില്ല. ഇപ്പം KTU അക്കാഡമിക് കലണ്ടറും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് പുതിയ പോർഷനിലേക്ക് പോവാണ്. ഓക്കെ, sequential circuits. So far we have studied combinational circuit. So what is combinational circuit? Example പറയാൻ പറഞ്ഞാൽ combinational circuitന്റെ example full adder, mux ഒക്കെ combinational, multiplexer, encoder, demux, decoder ഒക്കെ combinational circuits ആണ്. combinational circuits എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ട്സിന് മെമ്മറി ഇല്ല. മെമ്മറി ഇല്ലാത്ത സർക്യൂട്ട് നമ്മൾ എങ്ങനെ പറയും? So at any instant t, the output of the circuit is determined only by the inputs present at that time. ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കുക. അതാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ചെയ്യുന്നത്. പക്ഷേ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് അങ്ങനെ മാത്രമല്ല, പ്രീവിയസ് ഇൻപുട്സിനെയും പ്രീവിയസ് ഔട്ട്പുട്സിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ഇൻ ജനറൽ, digital circuits are classified as, in a broad category, they are classified as two. One is the combinational circuits and another category is sequential circuits. So if somebody asks you what is combinational circuit, then how will you answer? So digital circuits are classified into two. One is combinational circuits and another is sequential circuits. Combinational circuit output at any instant depends on its inputs at that instant only. Okay, now we'll see what is sequential circuit. So sequential circuit forms another module. So this is the course outcome of the sequential. Sequential circuits നിങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഡിസൈൻ എ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് യൂസിങ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ലൈക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഈ വേർഡ്സ് ഒക്കെ പുതിയതാണ് ആയിരിക്കാം, നമുക്കത് പഠിക്കാം എന്താണ്. സോ ആഫ്റ്റർ സ്റ്റഡിയിങ് ഓൾ ദീസ് സീക്വൻഷ്യൽ circuit topics, you will be able to design a sequential logic circuit using the basic building blocks like flip-flops. ആദ്യം ഇതിൽ ആദ്യത്തെ പോർഷൻ ഇത് തന്നെയാണ്, ബിൽഡിംഗ് ബ്ലോക്സ് ലൈക്ക് flip-flops, SR, JK and master slave JK, edge triggered flip-flops, everything. So first we'll start with what is sequential circuit. Sequential circuits are digital circuits in which the outputs depend not only on the current inputs but also on the previous state of the output. Sequential circuits are digital circuits in which the output depend not only on the current inputs but also on the previous state of the output. The basic sequential circuit elements can be divided into two categories: latches and flip-flops. Latches and flip-flops. Level sensitive ആണ് latches. ഹൈ ലെവൽ സെൻസിറ്റീവ് ആൻഡ് ലോ ലെവൽ സെൻസിറ്റീവ്. എന്താ ഈ ഹൈ ലെവൽ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനൊരു വേവ് ഫോം നോക്കി, ഇതിന്റെ ഇതില്ലേ ലോജിക് ഹൈ ആവുന്നത്, ഇത് ഈ പോർഷനിലാണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഹൈ ലെവൽ സെൻസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർഷനിലാണ്
ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അതിനെ ലോ ലെവൽ സെൻസിറ്റീവ് എന്ന് പറയും. ഓക്കെ, so latches are level sensitive and edge triggered flip-flops. Flip-flops are edge triggered. So rising edge triggered, falling edge triggered and dual edge triggered. So similarly, what is rising edge triggered? നമുക്ക് ഇവിടെ ലോയിന്ന് ഹൈയിലേക്ക് പോയി കുറച്ച് നേരം ഹൈ നിൽക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ഇതാണ് റൈസിങ് എഡ്ജ്, ഇതാണ് ഫാളിങ് എഡ്ജ്. റൈസിങ് എഡ്ജ് മീൻസ് the edge corresponding to a logic level change from 0 to 1. ഈ 0ന്ന് 1ലേക്ക് പോകുന്ന ആ എഡ്ജ് ഇല്ലേ, അതാണ് റൈസിങ് എഡ്ജ്. 1ന്ന് 0ലേക്ക് വരുന്ന എഡ്ജാണ് ഫാളിങ് എഡ്ജ്. അപ്പോൾ ചില ഫ്ലിപ്പ് ഫ്ലോപ്സ്, ചില സർക്യൂട്ട് എഡ്ജ് ഇതിന് റൈസിങ് എഡ്ജ് ആവുമ്പോൾ ആയിരിക്കും മാറുക. അതൊക്കെ നമ്മൾ വരുമ്പോൾ ഇനി പഠിക്കും. ചില സർക്യൂട്ട് ഫാളിങ് എഡ്ജിന് മാറും, ചിലത് ഫാളിങ്ങിന് റൈസിങ്ങിന് മാറാറുണ്ട്. സോ സീക്വൻഷ്യൽ സർക്യൂട്ട്സിൽ ലാച്ചസും ഫ്ലിപ്പ് ഫ്ലോപ്സും ഉണ്ട്. രണ്ടും ഫങ്ഷണലി സെയിം ആണ്. ഇതുപോലെ ക്ലോക്ക് ഇത് വെച്ചിട്ടാണ് പറയുന്നത്. സോ സീക്വൻഷ്യൽ സർക്യൂട്ട്, ദിസ് ഇസ് ദ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം. ദറ്റ് ഈസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് സം മെമ്മറി എലിമെന്റ്സ് is known as a sequential circuit. A combination circuit with some memory elements is known as a sequential circuit. Okay, this for the time being we will skip because too many new words may confuse you. So now we will see what is an SR or latch. SRS, the set reset latch is the most basic unit of a sequential digital circuits. It has two inputs S and R, S and R, and the two outputs Q and Q bar, Q and Q bar. The two outputs must always be complementary. That is, if Q is 0, then Q bar must be 1 and vice versa. The S input sets the Q output to logic 1. The R input sets the Q output to logic 0. So this is the truth table of an SR flip-flop. നോക്കൂ, S 0, R 0 ആയാൽ നമുക്ക് Q പ്ലസ് എന്ന് അടുത്ത ഇൻസ്റ്റന്റിൽ ഉണ്ടാവും. Q നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതാണ് Q പ്ലസ് വിൽ ബി ഈക്വൽ ടു Q and Q plus bar will be equal to Q bar. ഇത് അത്ര ക്ലിയർ അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ലൈഡിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ട്രൂത്ത് ടേബിൾ പറയുന്നുണ്ട്, നോക്കാം. When S is 0 and R is 1, the flip-flop output will be 0. Normally നമ്മൾ ഔട്ട്പുട്ട് എന്ന് റെഫർ ചെയ്യുന്നത് Qവിനെ ആയിരിക്കും. Q bar is also another output available which is the complement of Q. When S is 1 and R is 0, the flip-flop will be set. That is, output is 1. ഈ കേസിൽ 1-1 എന്നൊരു എസും ആറും 1 ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ പെർമിസിബിൾ അല്ല. കാരണം അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഈ സർക്യൂട്ട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. or we cannot precisely define the output. So this input combination is prohibited. That is why it's given as illegal in SR latch. So this is the logic symbol of SR latch. S, R, Q bar. Logic symbol. നോക്കൂ, ഇതാണ് നോർ ഗേറ്റ് വെച്ചിട്ടുള്ള SR ലാച്ച്. ഇത് നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള SR ലാച്ച്. നോക്കൂ, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നോർ ഗേറ്റ് വെച്ചിട്ടുള്ള ആവുമ്പോൾ നോക്കൂ, അപ്പർ ഇൻപുട്ടിൽ there is a feedback from output to input. There is a feedback from output to input. ഉണ്ടോ? ഇതിനെയാണ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക്. ഇവിടെ ഇതിന് ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് ഇതിന് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഈ ടോപ്പ് സാധനമില്ലേ, അതിൻ്റെ ഓപ്പറേഷൻ നോക്കാം.
ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു വലിയ കാരണം ഇതിപ്പോൾ നോക്കേണ്ട ദിസ് ഇസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, കാരണം ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സിഗ്നലും കൂടെ ഉണ്ട്. കാരണം ക്ലോക്ക് അക്കോമഡേറ്റ് ചെയ്യാനാണ് ഈ രണ്ട് എസും ആറും. സപ്പോസ് വെൻ ക്ലോക്ക് ഈസ് കമ്മിങ്, ദാറ്റ് മീൻസ് ഈ ആൻഡ് ഗേറ്റിന്റെ ഇത് രണ്ടും 1 ആയാൽ നിങ്ങൾക്ക് അറിയാം, ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് 1 ആയാൽ അടുത്ത ഇൻപുട്ടിൽ എന്താണോ ഉള്ളത് അത് ഔട്ട്പുട്ട് വരും. കാരണം 1 ഇവിടെ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, ഇവിടെ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ. ഇത് ലാച്ച് ആയാലും ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയാലും സെയിം ആണ്, ഓൺലി ഡിഫറൻസ് ഓഫ് ദിസ് സർക്യൂട്ട്. ഓക്കെ, സോ when r equal to 0, s equal to 0, what will happen? ഇവിടെ 0, ഈ ഫസ്റ്റ് നോർ ഗേറ്റ്, മുകളിലത്തെ നോർ ഗേറ്റിന്റെ ഈ ഇൻപുട്ട് 0, താഴത്തെ നോർ ഗേറ്റിന്റെ ഈ ഇൻപുട്ടും 0. അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും നോക്കാം. സോ വി ഹാവ് ടു അസ്യൂം qn, that is qn എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട്, നേരെ പ്രീവിയസ് ഔട്ട്പുട്ട് നമുക്ക് അസ്യൂം ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ 0 കൊടുക്കുന്ന സമയത്ത് എന്തോ ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു എന്ന് അസ്യൂം ചെയ്യണം. സപ്പോസ് വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് 1, qn 1 ആണ്. qn 1 ആണെങ്കിൽ നാച്ചുറലി qn bar ഷുഡ് ബി 0. സോ അപ്പോൾ ഇവിടെ 0 നമ്മൾ കൊടുത്തു. qn 1 ആണെങ്കിൽ എന്ത് പറ്റും? ആ 1 ഡേ ഇവിടെ ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 1 0 വരും. 1 0 വന്നാൽ നോർ ഗേറ്റ്, ഇത് നോർ ഗേറ്റ് ആണ്, നോർ ഗേറ്റിന്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ എന്ത് പറ്റും? ഔട്ട്പുട്ട് 0 വരും. ഔട്ട്പുട്ട് 0 വന്നാൽ നേരത്തെ നമ്മൾ അസ്യൂം ചെയ്ത് qn bar 0. സോ ആ 0 ആണ് ഇവിടെ വരുന്നത്. സോ 0 ഔട്ട്പുട്ട് 1. സോ qn 1 എന്നുള്ളത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. വെൻ r is 0 and s is 0, qn 1 is കണ്ടിന്യൂ. qn 1 ആയാൽ നമുക്കറിയാം ആ 0 കൊടുത്താൽ 1 തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി നമുക്ക് മാറ്റി ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം. സപ്പോസ് qn 0 ആയിരുന്നു, r 0 s 0 കൊടുക്കുമ്പോൾ qn 0 ആയാൽ എന്ത് പറ്റും? This 0 is coming fed back to the lower node input. So 0 will produce a 1. So that 1 is fed back here. So 1 0 will produce a 0 here. So 0 will continue. So when r is 0, s is 0, the last value continues and there is no change in the output. When r is 0 and s is 1, എന്തായിരിക്കും? r 0, s 1. s 1 ആകുന്ന കൊണ്ട് തന്നെ നോറിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ നമുക്കറിയാം ഔട്ട്പുട്ട് എന്തായാലും 0 ആയിരിക്കും. അപ്പം നോറിന്റെ കേസിൽ s 1 ആയാൽ ഔട്ട്പുട്ട് എന്തായാലും 0 ആയിരിക്കും. ഇവിടെ 0 ആയിരിക്കും. ആ 0 ആണ് ഇവിടെ വരുന്നത്. സോ 0. So this qn will be 1. So that is why when r is 0, s is 1, the q is 1 and the flip flop and the latch is set to be set in set condition. Okay. Next, when r1, that means ഇവിടെ 1, r1 and s0 ആയാൽ ഇവിടെ ഒരു 1 വന്നാൽ ആ 1 ഇതിനെ 0 ആക്കും. എന്നിട്ട് ആ 0 കൂടെ ഇവിടെ വരും. 0 1. So when r is 1, the output goes to 0. So the output is in reset condition. Then why this is forbidden? കാരണം ഇവിടെ ഒരു 1 ഇവിടെ ഒരു 1 കൊടുത്താൽ ഈ രണ്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടും 0യിലേക്ക് പോകും. അങ്ങനെ ഒരു കണ്ടീഷൻ, കാരണം 1 is q ആണെങ്കിൽ അടുത്തത് അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കണം എന്നാണ് നമ്മുടെ ബേസിക് റിക്വയർമെന്റ്. അതിന് കോൺട്രഡിക്ഷൻ വരും. അതുകൊണ്ടാണ് ദിസ് സ്റ്റേറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ഇൻ SR latch. Okay. So ഇതിന്റെ ഓപ്പറേഷൻ മനസ്സിലായോ? കാരണം ഈ ഓരോ ഇൻപുട്സും കൊടുത്ത് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്താന്ന് പറയാ, അത്രേ ഉള്ളൂ. ഈ ഫീഡ്ബാക്ക് കണക്ഷൻ അതാണ്
ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. അതാണ് ഇവിടെ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതിലൊരു സ്പെഷ്യാലിറ്റി. ഓക്കെ, ഇതൊന്ന് വരച്ചെടുക്കൂ. SR. സോ ഇത് മാത്രമാണ് ലാച്ച്. അപ്പൊ നിങ്ങൾ ഈ ലാച്ച് പോർഷൻ മാത്രം വരച്ചാലും മതി കേട്ടോ. ലാച്ച് മാത്രം വരച്ചാൽ മതി. ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമുക്ക് പിന്നെ വരാം. ലാച്ച് ഞാൻ കാരണം ഇവിടെ ലാച്ച് പറഞ്ഞു തുടങ്ങിയതാണ്. എന്നിട്ട് ആ ഡയഗ്രാം ഒന്നുകൂടി, ഓക്കെ, യെസ്, ഡയഗ്രാം ഒന്നുകൂടി ക്ലിയർ ആയി ഇതാണ് ലാച്ച്. ഒന്നുകൂടി ക്ലിയർ ആയി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് പോയത്. സോ യു നീഡ് ടു ഡ്രോ ഓൺലി this portion, that is latch. അപ്പൊ ലാച്ച് വരയ്ക്കണം. ഈ ട്രൂത്ത് ടേബിൾ ഇത് മസ്റ്റ് ആണ്. ഈ ട്രൂത്ത് ടേബിളും കൂടെ എഴുതിയെടുക്കൂ. അദ്വൈത്, അദ്വൈത്, അദ്വൈത് എന്താ അസൈൻമെന്റ് വെക്കാത്ത? ഞാൻ എഴുതിയായിരുന്നു, അപ്പം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വെച്ചില്ല. അങ്ങനെയാണോ? എന്താ ലേറ്റ് ആയ വെക്കാത്ത? ലേറ്റ് ആയ പിന്നെ അതിലും ഭേദം വെക്കാതിരിക്കുകയാണെന്ന് വിചാരിച്ചോ? ലേറ്റ് ആയ എല്ലാരും നേരത്തെ വെച്ചാൽ മോശമില്ലേ? ഇതൊന്ന് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വെക്കാതിരിക്കുന്നതിലും ഒരു ബെറ്റർ കണ്ടീഷൻ അല്ലേ ലേറ്റ് ആയാലും വെക്കുക എന്നുള്ളത്? അപ്പൊ വെക്കാതിരിക്കുന്നതാണ് ലേറ്റ് ആയി വെക്കുന്നതിനേക്കാൾ നല്ലതെന്ന് അദ്വൈത് എങ്ങനെ തീരുമാനിച്ചു? നേരത്തെ വെക്കേണ്ട ടൈമില് ഞാൻ ചെയ്തിരുന്നു. എന്നിട്ട് അദ്വൈത് ചെയ്താ എനിക്കും കൂടെ ഒന്ന് അറിയണ്ടേ അദ്വൈത് ചെയ്തു എന്ന്? അത് അദ്വൈതിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതിയോ? അപ്ലോഡ് ചെയ്യത് കേട്ടാ. അതെന്തായാലും നല്ല എക്സ്ക്യൂസ് ആയിപ്പോയി. ചെയ്തിട്ട് കൈ വെച്ചു. ശരി ശരി. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിലെ അരീബ് ഉസ്മാൻ നമ്പർ 12 ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ. ആർക്കും അറിഞ്ഞൂടാ അരീബിന് എന്ത് പറ്റിയെന്ന്?
എന്ത് പറ്റി? ആർക്കെങ്കിലും അദീപിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ എന്താ അരീബിന് ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ആഹാ, അത് ശരി. ഞാൻ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല. ഞാൻ ഇവരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. അതൊരു കഷ്ടമാണല്ലോ, ആളെ കാണുന്നേ ഇല്ല. അതുപോലെ തന്നെ ജിതിനെ പറ്റിയും ജിതിൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പിന്നെ മുങ്ങലുണ്ട്. ജിതിനെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിതിനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ജിതിൻ ഇല്ല. റിഷാദ് ഇവിടെ ഉണ്ട്. റിഷാദ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. യെസ് മിസ്. റിഷാദ് എന്താ വെക്കാത്തെ? ഞാൻ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് കിടക്കായിരുന്നു. എന്ത് പറ്റി? ഭയങ്കര ടയർഡ്നെസ്. എന്താ കാരണം? എന്നിട്ട് ആ കാരണം എന്നെ അറിയിക്കാണ്ട് റിഷാദ് മിണ്ടായിരുന്ന ഞാൻ എന്ത് വിചാരിക്കും? ഒന്ന് എനിക്കൊരു മെസ്സേജ് ചെയ്തൂടെ? അതിനാണ് ഞാൻ ഒരു LCD ഗ്രൂപ്പ് സെപ്പറേറ്റ് പബ്ലിക്കായി നിങ്ങൾക്ക് മറ്റേ ഗ്രൂപ്പ് ഇടാൻ മടിയെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ. എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നൊന്ന് പറഞ്ഞാൽ എന്താ? റിഷാദ് മിണ്ടാതിരുന്നാൽ ഞാൻ എങ്ങനെ മനസ്സിലാവുക? സോറി മിസ്. അല്ല, സോറി അല്ല, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളിനോട് സംസാരിച്ചപ്പോൾ എനിക്ക്, കാരണം ഞാൻ വിചാരിച്ചതേ അല്ല റീസൺ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്കത് എൻ്റെ വ്യൂ ഒന്ന് ഞാൻ മാറ്റണം എന്ന് തോന്നി. കാരണം അതുകൊണ്ടും കൂടെയാണ് ഞാൻ നിങ്ങളോട് ഫീഡ്ബാക്ക് ചോദിക്കുന്നത്. മറ്റേത് എന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു, അത് ഇത്രയും ദിവസം തന്നു ചെയ്തി നിങ്ങൾ വെച്ചില്ല, അതെന്താ എന്നേ എനിക്ക് തോന്നുള്ളൂ. ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആ സാധനം നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്തൂടെ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അങ്ങനത്തെയൊക്കെ കാര്യം ഹെൽത്ത് ഇഷ്യൂ കാരണം വെക്കാൻ പറ്റുന്നില്ല. ഇത് അസുഖമൊക്കെ എല്ലാവർക്കും വരാൻ അല്ലേ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആളുകളെ കാണാതിരിക്കുമ്പോൾ, കണ്ടിന്യൂസ് എക്സ്ക്യൂസ് പറയുമ്പോൾ അപ്പൊക്കെയാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത്, ഇത് ജെനുവിൻ തന്നെ ആണോ എന്ന്. ജെനുവിൻ ഇഷ്യൂസ് ഒക്കെ എന്തായാലും നിങ്ങൾ പറയണം. കാരണം നിങ്ങളുടെ ഇഷ്യൂസ് ഒന്നും കേൾക്കാത്ത ടൈപ്പ് ഒന്നും അല്ല നമ്മൾ, കേട്ടാ. ഞാൻ നിങ്ങളുടെ അസൈൻമെന്റ്സ് റാൻഡമായി ചെക്ക് ചെയ്തേ ഉള്ളൂ. എനിക്ക് നവീൻ ചെയ്തത്, ഞാൻ നവീൻ്റെ നോക്കിട്ടോ, നവീൻ്റെ പെർഫെക്റ്റ്, വളരെ നന്നായി ചെയ്തിട്ടുണ്ട് നവീൻ. എന്നാൽ അങ്ങനെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ആസ് യൂഷ്വൽ കോപ്പി ഹെക്സാഡെസിമൽ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞ ടും എന്നൊരു ആൻസർ വന്നിട്ടുണ്ട്. അത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അതൊന്നും ചെയ്തിട്ടേ ഇല്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഒരു കാര്യം പറയാൻ നോക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ആൻസർ എഴുതിയാൽ ഫൈനൽ ആൻസറിന് ഉള്ള മാർക്ക് ചിലപ്പോൾ കിട്ടിയാലായി, ഇല്ലെങ്കിലായി, അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എവിടെന്നെങ്കിലും കോപ്പി അടിച്ച് എഴുതിയതാണെന്ന് തന്നെ തോന്നും. നിങ്ങളുടെ ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സും കൂടെ എഴുതണം. മെജോറിറ്റിയുടേത് ഞാൻ എല്ലാം ഇങ്ങനെ ഓരോ 2-3 പേരുടെ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയി നോക്കി. ബാക്കി ജസ്റ്റ് നോക്കുമ്പോൾ അതിന്റെ കോപ്പി തന്നെയാണ് ഒരുപാട്. അത് കോപ്പിയിൽ നമ്മൾ ഈ തെറ്റ് കോപ്പി അടിക്കുമ്പോൾ വേഗം കണ്ടുപിടിക്കൂലേ, അതുപോലെ തന്നെയാണ് ഒക്കെ ഇതുപോലെ കോപ്പി. ഒരു ആൻസർ എവിടുന്നോ പൊട്ടി വീണ പോലെ വരും. ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സ് ഒക്കെ വേണ്ടേ? കോപ്പി അടിക്കണ്ട എന്നൊന്നുമല്ല, അതിപ്പോ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് മനസ്സിലാക്കി കോപ്പി അടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്നും പറഞ്ഞു എനിക്ക് ബോറടിച്ചു തുടങ്ങി. സിദ്ധാർത്ഥ് ഇല്ലേ? അന്ന് കാണാനില്ല. സിദ്ധാർത്ഥ് ഉണ്ട്. സിദ്ധാർത്ഥ്
സിദ്ധാർത്ഥ് മൈക്ക് ഓൺ ചെയ്യും. ആ പോയി. ഓക്കെ, അപ്പോ എല്ലാവരും ഞാൻ കാണിച്ച സർക്യൂട്ട് വരച്ചോ? ഇനി ആരെങ്കിലും വരയ്ക്കാനുണ്ടോ SR ലാച്ച്? എന്നാ SR ലാച്ചിന്റെ വരച്ചോ? ഇനി ആരെങ്കിലും വരയ്ക്കാനുണ്ടോ? ആ ഡയഗ്രാം കാണിക്കണോ എന്നറിയാനാണ് ഈ ചോദിക്കുന്നത്. വരയ്ക്കാനുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ. ഞാൻ ഒന്നും കൂടെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ഓക്കെ, then it's okay. SR means SR ലാച്ചിന്റെ ഇതാണ് ട്രൂത്ത് ടേബിൾ. SR ലാച്ചിന് ആക്ച്വലി 4 പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണം പെർമിസിബിൾ അല്ല. കാരണം അങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ല. എസും ആറും 0 ആണെങ്കിൽ നേരത്തെ ആ ലാച്ചിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. എസ് 1 ആയാൽ ആ ലാച്ചിന്റെ ഔട്ട്പുട്ട് സെറ്റ് ആവും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ആണ്. Q സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ Q1 ആയിരിക്കും. R 1 ആയാൽ റീസെറ്റ് ആണ്. സോ അതുകൊണ്ട് Q 0 ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഫങ്ഷൻ ഓഫ് ആൻ SR latch. So this is a gated SR latch where the clock signal also is given to the latch. എന്തിനാണ് ഈ ക്ലോക്ക് സിഗ്നൽ എന്നറിയോ? എന്തിനാണ് ക്ലോക്ക് സിഗ്നൽ? ക്ലോക്ക് സിഗ്നല് വേറൊരു സർക്യൂട്ടുമായിട്ട് ഇതിനെ സിങ്ക്രണസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് സിഗ്നൽ. സോ ദിസ് ഇസ് ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ക്ലോക്ക് സിഗ്നൽ ഈസ് യൂസ് ഇവിടെയാണ് എനേബിൾ എന്ന് പറയുന്ന ലെവൽ സെൻസിറ്റീവ് ആയ സാധനം കൊടുക്കുന്നത്. സോ ദിസ് ഇസ് ഹിയർ വെൻ എനേബിൾ ഈസ് 0, എനേബിൾ ഈസ് 0 ആൻഡ് ഗേറ്റ് ആണ്. അപ്പൊ എസും ആറും ഒരിക്കലും ഇവിടെ ഉള്ള ഇൻപുട്സ് വരില്ല. എനേബിൾ 0, എസും ആറും എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം എസും ആറും 0 ആയാൽ നേരത്തെ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് Q അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. വെൻ എനേബിൾ ഈസ് 1 അപ്പൊ മാത്രമേ SRനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, then S and R both are 1 means it is undefined. അതാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് SRന്റെ തന്നെ ഒരു എന്താണ് അതിന്റെ ഇൻപുട്സിനെ മോഡിഫൈ ചെയ്തിട്ട് ഉള്ള D latch. So when S and R are connected by an inverter, that is when D എന്ന് പറയുന്ന ലാച്ചിന് ഇതാണ് ഡിയുടെ ലോജിക് സിമ്പിൾ. SRന്റെ സിമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഹാസ് ഗോട്ട് 2 ഇൻപുട്സ് S and R, whereas for D there is only 1 input D. D flip flopന്റെ അല്ലെങ്കിൽ D ലാച്ചിന്റെ ഫംഗ്ഷൻ ടേബിൾ ഇതാണ്. This when D is 0 the output is D is 0 the output is 0. When D is 1 the output is 1. കാരണം ഇത് പ്രീവിയസ് Q എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രീവിയസ് ഔട്ട്പുട്ട്, Q പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്നതാണ് D അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഈ ആദ്യത്തെ 4 എണ്ണം എനേബിൾ എന്ന് പറഞ്ഞ ഈ സാധനം എനേബിൾ ഇൻപുട്ട് 0 ആയിരിക്കുമ്പോൾ ആണ്. സോ എനേബിൾ ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് ഡിക്ക് അനുസരിച്ച് മാറില്ല. ഔട്ട്പുട്ട് നേരത്തെ എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. എനേബിൾ ഹൈ ആകുമ്പോൾ അല്ലെങ്കിൽ എനേബിൾ ചെയ്താൽ മാത്രമേ ഡി അനുസരിച്ച് ഔട്ട്പുട്ട് മാറൂ. ഡി അപ്പോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിയിൽ 0 വന്നാൽ ഔട്ട്പുട്ട് 0 ആവും. ഇതാ നോക്കൂ, എന്നുവെച്ചാൽ ഡി 0 വന്ന പ്രീവിയസ്ലി 0 ആയാലും പ്രസന്റ് 0 ആവും. ഡി 0 വന്ന പ്രീവിയസ്ലി 1 ആയാലും പ്രസന്റ് 0 ആവും. ഡിയിൽ 1 വന്ന പ്രീവിയസ് 0 ആയിരുന്നാലും അത് 1ലേക്ക് മാറും. ഡി 1 കൊടുത്താൽ പ്രീവിയസ് 1 ആയിരുന്നാൽ 1ലേക്ക് മാറും. കാരണം ഇവിടെ ഈ രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്ന പ്രീവിയസ് എന്തായാലും പ്രസന്റ് 1ലേക്ക് മാറും എന്ന് കാണിക്കാനാണ്. ഇവിടെ അതുപോലെ പ്രീവിയസ് 0 ആയാൽ പ്രീവിയസ് എന്തായാലും 0 or 1 എന്തായാലും പ്രസന്റ് 0ലേക്ക് മാറും എന്നുള്ളത് കാണിക്കാനാണ്.
Now JK. So in SR we are having one forbidden state, right? When S and R equal to 1. In D, there is no such forbidden state because D is between S and R, there is an inverter coming. So there is no such forbidden case. So JK also, and S and R cannot be at logic 1 simultaneously, is to cross connect Q and Q. There is a feedback കൊടുത്തിട്ട് outputs with S and R inputs. The latch obtained is called JK latch. Okay, JK. Either SR using NAND. ഇതാണ് JK. നമ്മുടെ SR-ന് ഇതുപോലെ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് കൊടുത്ത് ആ SR-ന്റെ രണ്ടും എസും ആറും 1 ആയാലുള്ള ഫോർബിഡൻ സ്റ്റേറ്റ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഫീഡ്ബാക്ക് കൊടുത്ത് ആ കണ്ടീഷൻ ഒഴിവാക്കും. സോ ദിസ് ഇസ് SR. SR-ന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന ഇതാണ്. കാരണം ഇവിടെയും കാണിച്ചിരിക്കുന്ന എനേബിൾ 0 ആയാൽ ഔട്ട്പുട്ട് JK അനുസരിച്ച് വരില്ല. വെൻ J is 0, K is 0, J is 0, K is 0, the output will be same as the previous output. The Q plus will be same as Q. 0, 0 ആകുമ്പോൾ 0 ആണെങ്കിൽ 0 തന്നെ കണ്ടിന്യൂ ചെയ്യും, 1 ആണെങ്കിൽ 1 തന്നെ കണ്ടിന്യൂ ചെയ്യും. When J is 0 and K is 1, output will be reset. J0, K1 ആണെങ്കിൽ previously 0 ആണെങ്കിൽ 0 തന്നെ ആയിരിക്കും. J0, K1 ആകുമ്പോൾ previously 1 ആണെങ്കിൽ 0 ആയിരിക്കും. കാരണം 0, 1 എന്ന J0, K1 ആകുമ്പോൾ നോക്കൂ ഇത് രണ്ടും ഔട്ട്പുട്ട് 0 ആയിരിക്കും. When J1, K0 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആയാലും 1, പ്രീവിയസ് ഔട്ട്പുട്ട് 0 ആയിരുന്നാലും 1 ആയിരുന്നാലും പ്രസന്റ് ഔട്ട്പുട്ട് 1 തന്നെ ആയിരിക്കും. When J, K both are connected to 1, the output will toggle. That means if the previous output is 0, the present output will be 1. If the previous output is 1, the present output will be 0. That is the condition when J and K both are at 1. So the JK flip-flop, in a nutshell, we can say that when J is 0, K is 0, the state continues. When J is 0, K is 1, the output resets. When J is 1, K is 0, the output set. When J is 1, K is 1, the output toggles. The output toggles. Now, okay, basically the function-wise latches and flip-flops are same, but only thing is that latches are level sensitive and flip-flops in general, they can be said that they are edge triggered. So flip-flop is any device or circuit that has two stable states is said to be bistable. A flip-flop is a bistable electronic circuit that has two stable states. Its output is either 0 or 1. The flip-flop has memory since the output will remain as set until something is done to change it. And the types of flip-flops are SR, JK, D, and T. So this is for SR flip-flop. Okay, you have already seen SR latch, but here you can see a clock signal, and this arrow like this indicates that this is a
this is an edge-triggered flip-flop. Edge-triggered, moreover, it's a positive edge-triggered. If it is a negative edge-triggered, there will be a bubble here at this sharp pointing edge of the arrow. So this is a positive edge-triggered flip-flop. Logic symbol of a positive edge-triggered SR flip-flop. So this we have explained. This is SR flip-flop using NAND latch. We'll see how this works. If S is 0 and R is 0, 0, 0 ആവുമ്പോൾ എന്ത് പറ്റി? When apply a clock signal, that 0, 0 will come here. 0, 0, 1. 0 at the input of the NAND. NAND-ന്റെ ഇൻപുട്ടിൽ ഒരു 0 വന്നാൽ എന്താണ് ഔട്ട്പുട്ട്? NAND-ന്റെ ഒരു ഇൻപുട്ട് 0. Can we predict the output of the NAND? NAND-ന്റെ ഒരു ഇൻപുട്ട് 0 വന്നാൽ മറ്റേ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ? മറ്റേ ഇൻപുട്ടും 0 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിൽ 1 വരുള്ളൂ. മറ്റേ ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, 1 ആകുമ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വരും? 1 വരും. So when it is 0, 0 comes here, the output value depends on this feedback value, fedback value. Q will be fed back here. ഇവിടെ Q വന്നാൽ ഇവിടേക്ക് Q bar ആണ് വരുന്നത്. അപ്പോൾ Q വന്നാൽ ഇവിടെ എന്ത് വരും? Q0. Q0 വന്നാൽ NAND-ന്റെ ഔട്ട്പുട്ടിൽ എന്ത് വരും? Q1 ആണെങ്കിൽ 1, 0 ഔട്ട്പുട്ട് വിൽ ബി 1 അല്ലേ? ആണോ? ഇവിടെ 1, 0 വന്നാൽ ഔട്ട്പുട്ട് 1. 0, 0 വന്ന ഔട്ട്പുട്ട് 0, 0 വന്ന ഔട്ട്പുട്ട് 1. So when 0, 0 comes here, whatever may be the previous output, that will continue. When a 1, 0 comes, a 1 here means what will be the output? അതെ, നമുക്ക് ഗേറ്റ്സിൻ്റെത് ഗേറ്റ് നല്ലോണം റിവ്യൂ ചെയ്തേ പറ്റൂ. ഒരു 2 ഇൻപുട്ട് നോർ ഗേറ്റ് വരയ്ക്കും എല്ലാവരും. 2 ഇൻപുട്ട് നോർ ഗേറ്റും 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റും വരയ്ക്കൂ. ആ 2 ഇൻപുട്ട് നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് എഴുതൂ. Write down the truth table of 2 input NOR and 2 input NAND. Then truth table എഴുതി കഴിഞ്ഞോ? Then tell me what will happen if one input of the ഞാൻ ചോദിക്കുന്ന ഒരു ആൻസർ പറയണേ. ഈ നോറിന്റെ നാൻഡിന്റെ ട്രൂത്ത് ടേബിൾ എഴുതിയല്ലോ. നോർ ഗേറ്റിന്റെ ഒരു ഇൻപുട്ടിൽ 0 കൊടുത്തു, അടുത്ത ഇൻപുട്ടില് A കൊടുത്തു, എനി ലിറ്ററൽ A. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ നോർ ഗേറ്റ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. നഫ give me an answer. Is the question clear? 2 input NOR, 1 input is 0, permanently 0, and to the other input I have connected, say, a variable logic literal A. What will be the output? നഫയ്ക്ക് ആൻസർ ഒന്നും ഇല്ലേ?
നഫ ഇല്ല ഇവിടെ? നഫ ഒന്ന് മൈക്ക് ഓൺ ചെയ്യൂ. അടുത്ത ഇൻപുട്ടിൽ എ കൊടുത്ത ആൻസർ പെർമനന്റ്ലി 1 ആണോ? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഗേറ്റ്സ് തറോ ആയാലേ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ നമ്മൾ ഓപ്പറേഷൻസ് പറഞ്ഞു പോകുമ്പോൾ ശരിയാവുള്ളൂ കേട്ടോ. നഫ പറഞ്ഞ ആൻസർ തെറ്റാണല്ലോ. നവാഫ് ആൻസർ പറയൂ. 2 input NOR, 1 input is 0 and the other input is A. What is the output? നവാഫ് ഇവിടെ ഇല്ലേ? നോക്കൂ, ഇങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ മിണ്ടാതിരുന്നാൽ അങ്ങനെ അറ്റൻഡൻസിന് വേണ്ടി മാത്രം വരണ്ട കേട്ടോ, അത് ശരിയാവില്ല. ഗേറ്റ്സ് പഠിച്ചിട്ട് എത്ര പോർഷൻസും കൂടെ കഴിഞ്ഞു. നവാഫ്, either you answer me in chat box or you have to switch on the mic. ഇപ്പൊ സിദ്ധാർത്ഥ് തിരിച്ചു വന്ന. സിദ്ധാർത്ഥ് ആൻസർ ചെയ്യൂ. സിദ്ധാർത്ഥ്, what is the answer of answer? ഔട്ട്പുട്ട് 0യാ. സിദ്ധാർത്ഥ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ, എന്ന് നോക്കട്ടെ ആൻസർ എങ്ങനെ 0 ആയി എന്നൊന്ന് പറയാം. എങ്ങനെ 0 ആയി? എന്താണ് സിദ്ധാർത്ഥ്? Shreyas, what is the answer, Shreyas? Yes, it's a complement. Yes, that's correct. It's a complement. 2 input NOR. ഇതെങ്കിലും പഠിക്കപ്പാ ഇനി, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്? കാരണം അത് വിട്ടുപോയാൽ നമ്മൾ ഈ പറയുന്ന ഇനി തൊട്ട് പറയുന്ന മുഴുവൻ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അറ്റൻഡൻസ് പറയൂ, ടൈം കഴിയാനായി. പറയൂ. നമ്പർ 1. 1. 2. 3. 4. 5 ഇല്ല. 6. 7. 8. 9. 10. 11. 11. 13. 15. 16. 17. അതിലില്ല, അതിലെവിടെ കണ്ടു? 18. 19. Okay, 17. അത് 19. ഓക്കെ, ബേസിൽ കണ്ടു. 20. 21. ഫാത്തിമയോടല്ലേ ഞാൻ ഒരു ചോദ്യം ചോദിച്ചത്? മിസ്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല.
ഹലോ കേട്ടിട്ടുണ്ടായിരുന്നില്ലാന്നോ? ആ അതല്ല മിസ്, അത് റേഞ്ച് ഇടയ്ക്ക് കട്ടാവുന്നോണ്ട് മീറ്റിന്ന് ലെഫ്റ്റ് ആയി പോകുന്ന. ഓക്കെ, ആ ശരി ശരി. ഫർസീന 22, 23. ഹന്നമോൾ ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലോ. 24 പ്രതുൽ. 24. പറഞ്ഞോളൂ ബാക്കി. ജിതിൻ ഇല്ലാന്ന് തോന്നുന്നു. 25. 26. 27. 28. 29. 30. 31. 32. 33. 33. നിതിൻ ഉണ്ട്. 34. ഓക്കെ. 35. 35. 37. യെസ്. 39. 41 ശ്രേയസ്. ഓക്കെ ശ്രേയസ്. 42 പോയെന്ന് തോന്നുന്നു. 43. 44. 45. 46 ഇല്ല. 47. ആർദ്ര. ആർദ്ര എവിടെയോ ഞാൻ കണ്ടതാണല്ലോ. ഓക്കെ, ആർദ്ര 48. ഹലോ ആർദ്ര. ഓക്കെ, താങ്ക് യു. We'll stop here.